1.5 കിലോ ബീഫ് മേടിച്ചിട്ടു എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി പെറുക്കി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് നമുക്കിതൊരു ബീഫ് ചിരവൻ ഉണ്ടാക്കാവേ. ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ചട്ടി വെച്ച് ഗ്യാസ് കത്തിക്കാം. ഇതിന് ആവശ്യമായ പൊടികൾ 2 സ്പൂൺ മല്ലിപ്പൊടിയെ 2 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒരു 2 സ്പൂണ്, പിന്നെ പെരുംജീരകം, കുരുമുളക്, കറുകപ്പട്ട എല്ലാം പൊടിച്ചിൻ്റെ അകത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അരപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുക്കാവേ. ഞാൻ ചട്ടിക്കകത്താണ് വെക്കുന്നത്, കുക്കറിനകത്തല്ല, ചട്ടിക്കകത്താണ് വെക്കുന്നത്. നന്നായിട്ടൊക്കെ പുരട്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് 2 മണിക്കൂർ വേഗം വെക്കാവേ. നേരത്തെ നമുക്ക് വെളുത്തുള്ളി, ചെറുള്ളി, പച്ചമുളക് എല്ലാം കൂടി, ഇഞ്ചി, കരിയാപ്പില എല്ലാം കൂടെ വഴറ്റി വീണ്ടും വേഗത്താൻ ചേർക്കാവേ. 2 മണിക്കൂർ വേകട്ടെ. നന്നായിട്ടിരുന്ന് വേകട്ടെ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബീഫിന് വേണ്ട സാധനങ്ങൾ റെഡിയാക്കാവേ. ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോ കൊച്ചുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. 1/4 കിലോ കൊച്ചുള്ളി, പിന്നെ ഒരു വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്. ഇത്ര നമുക്ക് വൃത്തിയാക്കി അരിഞ്ഞ് വഴട്ടിക്കൊണ്ട് വരാവേ. ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി കൂടെ ചേർത്തേക്കാം. വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നല്ലതായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, കൊച്ചുള്ളി എല്ലാം വഴറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാതെ. ബീഫ് വെന്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, പെരുംജീരകം കൂടെ പൊടിച്ചതും പൊടി ഇട്ട് കൊടുക്കുവാണ്. കടുക് വറുക്കാൻ പറ്റാതെ ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാതെ. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കരിയാപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് കറി റെഡിയായിട്ടുണ്ട്. ഈ കപ്പയൊന്ന് ഇളക്കിയെടുക്കും. കറിയായിട്ട് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ കപ്പ നന്നായിട്ടൊന്ന് കഴുകി പെറുക്കി കൊത്തിയെടുത്ത് വേവിക്കാവേ. കുത്തിക്കൊണ്ട് വരാം. എന്നിട്ട് വേവിച്ച് കപ്പയും ബീഫും റെഡിയാക്കാം. കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വേഗം വെക്കാം. നമുക്ക് കപ്പയ്ക്ക് വേണ്ട അരപ്പെടുക്കാവേ. കുറച്ച് തേങ്ങ,
ചുവന്നുള്ളിയെ 2-3 കഷ്ണം വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടിയെ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. കപ്പ വേവിച്ച് റെഡി ആയിട്ടുണ്ടേ. നമുക്ക് കഴിച്ചു നോക്കാം. കപ്പ എടുക്കാം. എടുക്കണം.